എല്ലാവർക്കും നമസ്കാരം. ശ്രീമൻ നാരായണീയം ദശകം 4 അഷ്ടാംഗയോഗവും തത്സിദ്ധി പ്രകാരവും. ഈ ദശകത്തിൽ അഷ്ടാംഗയോഗ പരിശീലനത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടുവല്ലോ, മേൽപ്പത്തൂര് ഭഗവാനോട് ഇനി ഇതുവരെയുള്ള ആവലാതി പറച്ചിലുകളൊക്കെ ഞാൻ നിർത്തിയിട്ട് ഇനി തുടർന്നുള്ള സമയം മുഴുവനും ഭഗവാനെ നമസ്കരിച്ച് സ്തുതി ഭജനം ചെയ്തുകൊണ്ട് കഴിയാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. കാരണം അതുവരെ മറ്റു പരമഹംസ യോഗികളെ പോലെയൊക്കെ ഭൗതിക വിഷയങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തമായിട്ടുള്ള ഒരു മനസ്സ് എനിക്ക് നൽകി അനുഗ്രഹിക്കണേ എന്നാണ് മേൽപ്പത്തൂര് പ്രാർത്ഥിച്ചിരുന്നത്. അതിന് എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇത്രയും ദുരിതങ്ങൾ തരുന്നത്, അങ്ങനെയൊക്കെ പല വിധത്തിലുള്ള ആവലാതികൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇനി ഞാൻ അതൊക്കെ നിർത്തിയിട്ട് ഭഗവത് ഭജനം മാത്രം, ഭഗവാനിൽ മാത്രം മനസ്സിനെ ഏകാഗ്രമാക്കി കഴിഞ്ഞുകൊള്ളാം എന്ന് ഭഗവാനോട് പറഞ്ഞിട്ടാണ് ദശകം 3 അവസാനിച്ചത്. അപ്പൊ ദശകം 4 കടന്നപ്പോൾ മേൽപ്പത്തൂര് പറയാണ്, അഷ്ടാംഗയോഗ പരിശീലനത്തിലൂടെ എൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ഭൗതിക വിഷയങ്ങളിൽ നിന്നൊക്കെ മുക്തമാക്കി മനസ്സെ ഏകാഗ്രമാക്കിക്കൊണ്ട് ഭഗവാന്റെ പ്രസാദം അനുഗ്രഹം നേടാൻ എനിക്ക് പ്രാപിക്കുമാറാകട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് നമ്മൾ ദശകം 4 കാണുന്നത്. അഷ്ടാംഗയോഗ പരിശീലനം എന്ന് പറഞ്ഞാൽ 8 വിധത്തിലുള്ള യോഗ അംഗങ്ങളാണ് കാണുന്നത്. യമം, നിയമം, യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിങ്ങനെ 8 വിധത്തിലുള്ള യോഗാംഗങ്ങൾ. അതാണ് അഷ്ടാംഗയോഗ പരിശീലനം. ഇതിൽ ആദ്യത്തെ 3 യമ, നിയമ, ആസനം എന്ന് പറയുന്നത് ആദ്യമായിട്ട് എടുക്കുന്ന, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എടുക്കുന്ന തയ്യാറെടുപ്പുകളാണ് യമനിയമ ആസനം എന്ന് പറയുന്നത്. അതായത് ആദ്യം നമ്മൾ മനസ്സാൽ തയ്യാറെടുക്കണം. അതായത് നമ്മുടെ മനസ്സ് ഇപ്പോൾ ഒരുപാട് ഭൗതിക വിഷയങ്ങളിൽ മുങ്ങിക്കിടക്കുകയാണ്, വ്യാപൃതമായിരിക്കുകയാണ്. അപ്പൊ കലങ്ങി മറിഞ്ഞ ഒരു ജലാശയത്തിൽ സൂര്യന്റെ പ്രതിബിംബം നമുക്ക് കാണാൻ സാധിക്കില്ല. തെളിഞ്ഞ ജലാശയത്തിൽ നോക്കിയാലേ സൂര്യപ്രതിബിംബം കാണാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ ചിത്തം ശുദ്ധമാകണം. സകലമാന ചിന്തകളും വിട്ട് മനസ്സ് ശുദ്ധമാക്കണം, പരിശുദ്ധമാക്കണം. അതായത് മനസ്സില്ല എന്നൊരു അവസ്ഥയെ എത്താൻ കഴിയണം. മനസ്സില്ല എന്ന് പറഞ്ഞാൽ ചിന്തകളില്ലാത്തൊരവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. അപ്പൊ അതിന് നമ്മുടെ മനസ്സിലെ ചിന്തകളെ കുറയ്ക്കണം. പല വിധത്തിലുള്ള ഭൗതിക ചിന്തകൾ കുറഞ്ഞു വന്ന് മനസ്സ് ഏകാഗ്രമാവണം. ഇതിന് ആദ്യം തന്നെ നമ്മൾ തയ്യാറെടുക്കണം. മനസ്സാൽ എനിക്ക് എൻ്റെ മനസ്സ് ആ അവസ്ഥയിലേക്ക് എത്തിക്കണം എന്ന ആദ്യം തന്നെ മനസ്സുകൊണ്ട് നമ്മൾ തീരുമാനിച്ച് തയ്യാറാക്കണം. അങ്ങനെ ചിത്തം ശുദ്ധമാക്കുക. പിന്നെ ശരീരശുദ്ധിയും വേണം. വൃത്തിയും ശുദ്ധിയുമുള്ള ഒരു ശരീരത്തെ നമ്മൾ എന്നും സൂക്ഷിക്കണം. കാരണം ക്ഷേത്രജ്ഞൻ ഇരിക്കുന്ന ഇരിപ്പിടമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷേത്രം എന്ന ഈ ശരീരത്തിന് ശുദ്ധിയും വൃത്തിയും നൽകി കാത്തു സൂക്ഷിക്കേണ്ടത്, ആരോഗ്യത്തോടു കൂടി നോക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പം ശരീരത്തിന്റെ പരിശുദ്ധി, അതാണ് യമനിയമ. ആസനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത രീതിയിൽ നമുക്ക് അനുയോജ്യമായ ഒരു ഇരിപ്പ്, അതിന് വൃത്തിയോടുകൂടിയ, അധികം ഉയർച്ചയും അധികം താഴ്ചയും ഇല്ലാത്ത സമനിലയിലുള്ള ഒരു സ്ഥലത്ത്, നമ്മൾ ശാന്തമായ ഒരിടത്ത് നമുക്ക് ഇരിക്കാൻ സാധിക്കണം. നമ്മൾ ഈ ഒരു ധ്യാന പരിശീലനത്തിന് തുടങ്ങുന്നതിന് മുൻപ് അങ്ങനെ ഒരു ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം, അതുപോലെ നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുകളും വേദനകളും ഇല്ലാത്ത രീതിയിൽ അനുയോജ്യമായ ഒരു ഇരിപ്പ്, അത് നമ്മൾ തയ്യാറാക്കാതാണ് ആസനം. അടുത്തത് പ്രാണായാമം, പ്രത്യാഹാരവും. പ്രാണായാമം എന്ന് വെച്ചാൽ ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതുമായ ശ്വാസത്തെ അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്നതാണ്. സാധാരണ നമ്മൾ എപ്പോഴും എടുക്കുന്ന ശ്വാസോച്ഛ്വാസത്തെ നമ്മൾ അറിയണില്ല. നമ്മൾ നമ്മുടെ കർമ്മങ്ങളിലൊക്കെ വ്യാപൃതമായിരിക്കുമ്പോൾ ശ്വാസം വലിച്ചു വിടുന്നത് നമ്മൾ അറിയണില്ല. ഇവിടെ ഈ ഒരു കാര്യത്തിനായിട്ട് ഇരുന്ന് കഴിയുമ്പോൾ ശ്വാസത്തെ അറിഞ്ഞുള്ളിലേക്ക് വലിക്കുക, അറിഞ്ഞു പുറത്തേക്ക് വിടുക. അപ്പോൾ നമ്മുടെ മനസ്സ് അകത്തേക്കും പുറത്തേക്കും പോകുന്ന ശ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ആവുന്നു, അതായത് ഏകാഗ്രപ്പെടുന്നു നമ്മുടെ മനസ്സ്. അപ്പോൾ മനസ്സ് മറ്റു വിഷയങ്ങളെയൊക്കെ വിടുന്നു. അതാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. ആഹരിക്കുന്നത് തടയുക. ആഹരിക്കുക എന്ന് വെച്ചാൽ ഉള്ളിലേക്ക് എടുക്കുക. ഭക്ഷണം കഴിക്കൽ മാത്രമല്ല ആഹരിക്കുക എന്ന് പറഞ്ഞാൽ, കണ്ണ് ആഹരിക്കുന്നു,
രൂപങ്ങളെ, ചെവി ആഹരിക്കുന്നു ശബ്ദങ്ങളെ, മൂക്ക് ആഹരിക്കുന്നു ഗന്ധത്തെ. ഇങ്ങനെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ആഹരിക്കുന്നുണ്ട്, ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. ഈ എടുക്കുന്ന ശബ്ദം, രൂപം, ഗന്ധം, ഇതിനെയൊക്കെ സ്പർശം, ഇതിനെയൊക്കെ മനസ്സാണ് അനുഭവിക്കുന്നത്. അപ്പം മനസ്സ് നമ്മൾ ശ്വാസോച്ഛ്വാസത്തിൽ ഏകാഗ്രപ്പെടുമ്പോൾ കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും സ്പർശിക്കുന്നതുമായ വിഷയങ്ങളിൽ നിന്ന് മനസ്സ് വിടുന്നു. അപ്പൊ മനസ്സ് ആഹരിക്കുന്നത് കുറയുന്നു, ഇല്ലാതാകുന്നു. അതാണ് പ്രത്യാഹാരം. അങ്ങനെ അതിനുശേഷം മനസ്സ് ശ്വാസോച്ഛ്വാസത്തിൽ ഏകാഗ്രപ്പെടുമ്പോൾ മറ്റെല്ലാ ചിന്തകളും ഇല്ലാതാകുന്നു. അങ്ങനെ ശുദ്ധമായ മനസ്സിൽ, തെളിഞ്ഞ ജലാശയത്തിൽ ധാരണ, അതായത് സങ്കല്പം, നല്ല നമുക്കൊരു രൂപമായിട്ടോ കൃഷ്ണന്റെ രൂപമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രകാശമായിട്ടോ നമ്മുടെ മനസ്സിൽ ആ ജലാശയത്തിൽ നമുക്ക് ആ ഭഗവാനെ കാണാം. അതാണ് സങ്കല്പിക്കുക എന്ന് പറയുന്നത്, ധാരണ. അതിനുശേഷം ആ ധാരണയിൽ കണ്ടുകൊണ്ട് അതിനെ തന്നെ മനസ്സ് അതിൽ തന്നെ ഏകാഗ്രപ്പെട്ടിരിക്കുക, ധ്യാനം. അതിനുശേഷം സമാധി അവസ്ഥയിലേക്ക് ലയിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനും ഞാനും ഒന്നായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്നതാണ്. അത് ഈ യോഗ ധ്യാനത്തിന്റെ ഏറ്റവും ഉയർന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ യമത്തിൽ തുടങ്ങി യമനിയമ ആസന പ്രാണായാമം പ്രത്യാഹാരം കഴിഞ്ഞ് ധാരണ, ധ്യാനം, സമാധി, ഏറ്റവും അവസാനത്തെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഈശ്വരനിലേക്ക് താദാത്മ്യം വരിക, ഭഗവാനിലേക്ക് ലയിക്കുക എന്നൊരവസ്ഥ, മനസ്സാൽ ഭഗവാനും ഞാനും ഒന്നാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. ഇതിനായിട്ട് അപ്പം മേൽപ്പത്തൂരിൻ്റെ ആഗ്രഹവും അത് തന്നെയാണ്. അതിനായിട്ട് അഷ്ടാംഗ യോഗ പരിശീലനം ആരംഭിക്കുകയാണ് എന്ന് ഭഗവാനോട് പറയുകയാണ് മേൽപ്പത്തൂര്. അങ്ങനെ എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം നേടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെ ദശകം 4 ആരംഭിക്കുന്നത്. ശ്ലോകം 1. കല്യതാം മമ കുരുഷ്വത്താവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. കല്യതാം മമ കുരുഷ്വ താവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടം അഷ്ടവിധ യോഗചര്യയാ പുഷ്ടയാം ആശു തവ തുഷ്ടിം ആപ്നുയാം. അർത്ഥം: ഹേ വരദ, അല്ലയോ ഗുരുവായൂരപ്പ, വരം നൽകുന്ന ഗുരുവായൂരപ്പ, യയാ ഭവതുപാസനം കല്യതേ മമ താവതീം, അങ്ങയെ ഉപാസന ചെയ്യുവാൻ എത്രമാത്രം ആരോഗ്യം എനിക്ക് വേണമോ കല്യതാം കുരുഷ്വഹ, അത്രയ്ക്കും ആരോഗ്യം എനിക്ക് നൽകി എന്നെ അനുഗ്രഹിക്കണമേ. അതാണ് ആദ്യം പറയുന്നത്. അവിടുത്തെ ഉപാസിക്കാനായി എത്ര ആരോഗ്യം എനിക്ക് വേണോ അത്രയ്ക്കും ആരോഗ്യം എനിക്ക് നൽകി എന്നെ അനുഗ്രഹിക്കണമേ. പുഷ്ടയ അഷ്ടവിധ യോഗചര്യയാ, പൂർണ്ണമായ അഷ്ടാംഗ യോഗ അനുഷ്ഠാനം കൊണ്ട് ആശു, വളരെ പെട്ടെന്ന് തന്നെ, തവ തുഷ്ടി, അവിടുത്തെ അനുഗ്രഹം, സ്പഷ്ടം ആപ്നുയാം, തീർച്ചയായും ഞാൻ പ്രാപിക്കുമാറാകട്ടെ. അതാണ് മേൽപ്പത്തൂര് ഈ ശ്ലോകം കൊണ്ട് അർത്ഥമാക്കിയത്. ഭഗവാനെ, ഇനിയുള്ള കാലം ശക്തിക്കൊത്ത വിധം അങ്ങയെ നമസ്കരിച്ച് സ്തുതിച്ച് ഭജന എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനെനിക്ക് എത്ര ആരോഗ്യം വേണമോ അത്രയും ആരോഗ്യം നൽകി എന്നെ അനുഗ്രഹിക്കണേ. ആ ആരോഗ്യം ലഭിച്ചാൽ പൂർണ്ണമായും അഷ്ടാംഗ യോഗ പരിശീലനത്തിലൂടെ എൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ഞാൻ ഭഗവാന്റെ ഏകാഗ്രമാക്കി അവിടുത്തെ അനുഗ്രഹം തീർച്ചയായും പ്രാപിക്കും, എനിക്ക് സാധിക്കും. അതിനായിക്കൊണ്ട് എന്നെ അനുഗ്രഹിക്കണേ എന്നൊരു പ്രാർത്ഥനയാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് അർത്ഥമാക്കുന്നത്. ശ്ലോകം 2. ബ്രഹ്മചര്യ ദൃഢതാതിബീയമൈ ആപ്ലവാദി നിയമൈശ്ച ഭാവിതാഃ കൂർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമഭിവാ ഭവത്പരാഃ. ബ്രഹ്മചര്യ ദൃഢത ആദിഭിഃ യമൈഃ ആപ്ലവാദി നിയമൈഃ ച ഭാവിതാഃ കൂർമഹേ ദൃഢം അമി സുഖാസനം പങ്കജാദ്യം അഭി വാ ഭവത്പരാഃ. അതായത് അഷ്ടാംഗ യോഗാംഗങ്ങളിൽ യമം, നിയമം, ആസനം എന്നിങ്ങനെ ആദ്യത്തെ 3 അംഗങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ വിവരിക്കുന്നത്.
ബ്രഹ്മചര്യം, ദൃഢത, ദൃഢത എന്നാൽ ദൃഢനിശ്ചയം, സത്യം, അഹിംസ മുതലായ ആദിഭിഹി മുതലായ യമങ്ങളാലും ആപ്ലവാദി നിയമൈഹി ച പാവിതാഹ, സ്നാനം, ജപം മുതലായ നിയമങ്ങളാലും പാവിതാഹ, ഇവയൊക്കെ അനുഷ്ഠിച്ച് പരിശുദ്ധനായിട്ട് സുഖാസനം അഭിവ, സുഖമായ ഒരു ആസനത്തിൽ, പത്മാസനം മുതലായ സുഖമായ ഒരു ആസനത്തെ ദൃഢം കൂർമഹേ, ഞാൻ നിത്യവും അഭ്യസിച്ചു കൊള്ളാം. അങ്ങനെ അമീം ഭവത്പര, അതായത് അങ്ങനെ ഞാൻ അങ്ങയെ തന്നെ മനസ്സിൽ കണ്ട് അങ്ങയെ തന്നെ ധ്യാനിച്ചു കൊള്ളാം എന്ന് മേൽപ്പത്തൂർ ഇവിടെ പറയാണ്. അപ്പോൾ യോഗാംഗങ്ങളിൽ ആദ്യത്തെ 3 യമ നിയമ ആസനം. അപ്പോൾ ആദ്യം തന്നെ ബ്രഹ്മചര്യം, സത്യം, അഹിംസ എന്നിങ്ങനെയുള്ള യമങ്ങൾ അനുഷ്ഠിച്ച്, സ്നാനം, ജപം മുതലായ നിയമങ്ങളും അനുഷ്ഠിച്ച്, ചിത്തവും ശരീരവും, മനസ്സും ശരീരവും ഒരുപോലെ പരിശുദ്ധമായിട്ട്, അതിനുശേഷം സുഖമായ ഒരു ആസനം, പത്മാസനത്തെ നിത്യവും പരിശീലിച്ച് അഭ്യസിച്ചുകൊണ്ട്, അങ്ങനെ ആ ഒരു ഇരിപ്പ്, സുഖമായ ഒരു ഇരിപ്പ് ഞാൻ പരിശീലിച്ചുകൊണ്ട് നേടിയെടുത്തിട്ട് നിത്യവും ഞാൻ അങ്ങയെ ധ്യാനിച്ചു കൊള്ളാം എന്ന് പറയാണ്. അപ്പൊ ആദ്യത്തെ അഷ്ടാംഗ യോഗത്തിലെ ആദ്യത്തെ 3 അംഗങ്ങളെ കുറിച്ചാണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശ്ലോകം 3. താരമന്ദമനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാഃ ഇന്ദ്രിയാണി വിഷയാദതാബഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖാഃ. താരം അന്തഃ അനുചിന്യ സന്തതം പ്രാണവായു അഭിയമ്യ നിർമ്മലാഃ ഇന്ദ്രിയാണി വിഷയാദ് അധ അപഹൃത്യ ആസ്മഹേ ഭവതുപാസനോന്മുഖാഃ. ഇവിടെ യോഗാംഗങ്ങളിൽ 4ഉം 5ഉം, പ്രാണായാമം, പ്രത്യാഹാരം എന്നീ 2 യോഗാംഗങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ താരം അന്തഃ അനുചിന്യ സന്തതം, താരം എന്നാൽ ഓംകാര മന്ത്രം, അന്തഃ മനസ്സുകൊണ്ട് എപ്പോഴും ഓംകാര മന്ത്രത്തെ ഇടമുറിയാതെ ധ്യാനിച്ച്, പ്രാണവായു അഭിയമ്യ നിർമ്മല, പ്രാണവായുവിലേക്ക് മനസ്സിനെ അടക്കി, മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിയിട്ട്, നിർമ്മല പരിശുദ്ധമായ മനസ്സോടെ, കാമക്രോധാദി ദോഷ എല്ലാ വികാരങ്ങളിൽ നിന്നും മുക്തരായിട്ട്, മനസ്സ് ഭൗതിക വിഷയങ്ങളിൽ നിന്നൊക്കെ വിട്ട് ആ പ്രാണവായുവിൽ ഏകാഗ്രപ്പെട്ട്, അങ്ങനെ പരിശുദ്ധമായ മനസ്സോടെ പിന്നീട് ഇന്ദ്രിയാണി വിഷയാത് അപഹൃത്യ, ഇന്ദ്രിയങ്ങളെ അതിൻ്റെ വിഷയങ്ങളിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ച്, കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് 5 ഇന്ദ്രിയങ്ങളെയും അതിൻ്റെ വിഷയങ്ങൾ, കണ്ണിൻ്റെ രൂപം, കാഴ്ച, മൂക്കിൻ്റെ ഗന്ധം, ചെവിയുടെ ശബ്ദം, നാവിൻ്റെ രുചി, ത്വക്കിൻ്റെ സ്പർശം, അങ്ങനെ 5 ഇന്ദ്രിയങ്ങളുടെയും വിഷയങ്ങളിൽ നിന്നും ആ ഇന്ദ്രിയങ്ങളെ പിന്തിരിപ്പിച്ച്, അതായത് മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആഹരിക്കുന്നതിൻ്റെ പിന്നാലെ മനസ്സ് പോവാതിരിക്കുക, മനസ്സ് പ്രാണവായുവിൽ ഏകാഗ്രപ്പെടുത്തിയിട്ട് ഭവതുപാസനോന്മുഖ, ഭഗവാനെ ഉപാസിക്കുന്നതിൽ മാത്രം ആസക്തിയുള്ളവരായിട്ട്, ആസ്മഹേ ഞാൻ ഇരുന്നു കൊള്ളാം എന്ന് ഭഗവാനോട് പറയുകയാണ് മേൽപ്പത്തൂര്. അപ്പൊ ഇവിടെ 4ഉം 5ഉം, പ്രാണായാമ, പ്രത്യാഹാരം, ഈ 2 യോഗാംഗങ്ങളെ കുറിച്ചാണ് ഇവിടെ ഈ ഒരു 3ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അതായത് സ്വസ്ഥമായൊരു സ്ഥലത്ത് ഇരുന്ന് മനസ്സിൽ ഓംകാര മന്ത്രം ഇടമുറിയാതെ ധ്യാനിച്ച്, പ്രാണവായുവിലേക്ക് ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ശ്വാസത്തിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിയിട്ട്, അതിനുശേഷം ഇന്ദ്രിയങ്ങളെ അതിൻ്റെ വിഷയങ്ങളിൽ നിന്നൊക്കെ പിന്തിരിച്ച് സദാ എപ്പോഴും ഭഗവാനെ ഉപാസിക്കുന്നതിൽ മാത്രം ആസക്തിയുള്ളവനായി ഞാൻ ഇരുന്നു കൊള്ളാം. അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ശ്ലോകം 4. അസ്ഫുടേവ ഭുഷിതേ പ്രയത്നതോ ധാരയേമധിഷണാം മുഹുമുഹു തേന ഭക്തിരസമന്തരാർദ്രതാ ഉദ്വഹേമ ഭവദംഘ്രിചിന്തകാഃ. അസ്ഫുടേ വപുഷി തേ പ്രയത്നതഃ ധാരയേമ ധിഷണാം മുഹുമുഹുഃ തേന ഭക്തിരസം അന്തഃ ആർദ്രതാം ഉദ്വഹേമ ഭവദംഘ്രിചിന്തകാഃ.
ഇവിടെ യോഗാംഗത്തിൽ അഷ്ടാംഗ യോഗ പരിശീലനത്തിലെ 6ാമത്തെ അംഗമായ ധാരണ അഥവാ സങ്കല്പം, അതിനെക്കുറിച്ചാണ് ഈ വരികളിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അതായത് തേ വപുഷി അസ്ഫുടേ, ഭഗവാനെ അവിടുത്തെ സ്പഷ്ടമല്ലാത്ത ആ സ്വരൂപം, വപുഷി എന്ന് വെച്ചാൽ ആ സ്വരൂപത്തിൽ പ്രയത്നതഃ വളരെ പ്രയാസപ്പെട്ട്, ദിഷണാം എൻ്റെ ബുദ്ധിയെ, എൻ്റെ മനസ്സിനെ, ധാരയേമ ഞാൻ ഉറപ്പിച്ചു നിർത്താം, മുഹു മുഹു എന്ന് വീണ്ടും വീണ്ടും എന്ന്. അതായത് മനസ്സിൽ ഭഗവാന്റെ സ്വരൂപത്തെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് തുടക്കക്കാർക്ക് അധിക സമയം കിട്ടില്ല. ചിലപ്പോൾ ഒരു സെക്കൻഡ്, അര സെക്കൻഡ് ഒക്കെ നമുക്ക് അത് പറ്റുള്ളൂ. അപ്പോഴേക്കും മനസ്സ് അടുത്ത ചിന്തകളിലേക്ക് ഇങ്ങനെ പോകും. വീണ്ടും നമുക്ക് ഓർമ്മ വരുമ്പോൾ വീണ്ടും മനസ്സിനെ ഞാൻ ആ ഭഗവത് സ്വരൂപത്തിലേക്ക് തന്നെ കൊണ്ടുവരും. കുറച്ച് സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും മനസ്സ് പോകും, അപ്പോൾ വീണ്ടും കൊണ്ടുവന്നിരുത്തും. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ഞാൻ ഈ ധാരണ എന്ന ഈ ഒരു പരിശീലനത്തെ ഞാൻ ചെയ്യാം. കാരണം അത് വളരെ ബുദ്ധിമുട്ടാണ് തുടക്കത്തിൽ എനിക്ക്. കാരണം മനസ്സ് എപ്പോഴും ചിന്തകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും ഓർമ്മ വരുമ്പോൾ ഭഗവത് സ്വരൂപത്തിലേക്ക് തന്നെ മനസ്സിനെ കൊണ്ടുവന്ന് വെക്കാം. വളരെ പ്രയാസപ്പെട്ട് ഞാനത് ചെയ്യാം. ഭവദംഗ്രി ചിന്തക, ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിച്ചിരിക്കുന്ന, ആ പാതാരവിന്ദങ്ങളിൽ ശരണാഗതി അടഞ്ഞ ഞാൻ തേന, ഈ തേന എന്ന് വെച്ചാൽ അതിനാൽ, അതായത് ഈ ഒരു ധാരണാ പരിശീലനത്താൽ ഭക്തിരസം അന്തഹ, എൻ്റെ ഉള്ളിൽ ഭക്തിരസം വന്ന് അതിൻ്റെ ഭക്തിയുടെ അനുഭവമാകുന്ന ആർദ്രത, അതായത് മനസ്സിൻ്റെ കുളിർമ, ആർദ്രത, ആ കുളിർമ എനിക്ക് ഉണ്ടാകുന്നതാണ്. ഉദ്വഹേമ എന്ന് വെച്ചാൽ അത് ഉണ്ടാകുന്നതാണ് എന്നർത്ഥം. അപ്പോൾ ആ ധാരണ എന്ന ആ പരിശീലനം, അഷ്ടാംഗ യോഗത്തിലെ 6ാമത്തെ അംഗമായിട്ടുള്ള ധാരണ, അത് പരിശീലിക്കുന്നതിലൂടെ, അത് ആദ്യം വളരെ ബുദ്ധിമുട്ടാണ്, അധിക സമയമൊന്നും കിട്ടില്ല. ഭഗവാന്റെ ആ സ്വരൂപത്തെ മനസ്സിൽ ഇങ്ങനെ കാണുക, വീണ്ടും മനസ്സ് പോവും. അപ്പോൾ വീണ്ടും മനസ്സിനെ തിരിച്ചു കൊണ്ടുവന്ന് ആ സ്വരൂപത്തിൽ ഞാൻ വളരെ പ്രയാസപ്പെട്ട് ഉറപ്പിച്ചു നിർത്തും. അങ്ങനെ ഞാൻ പരിശീലിക്കുന്നതിലൂടെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചു കഴിയുന്ന എൻ്റെ മനസ്സിൽ ആ ഭക്തിരസം വളരുകയും ഭക്തിയിലൂടെ ഉണ്ടാകുന്ന മനസ്സിൻ്റെ ആർദ്രത അതെനിക്ക് ഉണ്ടാകുകയും ചെയ്യും എന്ന് ഇവിടെ പറയുന്നു. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ശ്ലോകം 5. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപു സുചിരശീലനാവശാത് അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാസ്ത്വതാശ്രയാഃ. വിസ്ഫുട അവയവഭേദസുന്ദരം ത്വദ്വപുഃ സുചിരശീലനാവശാത് അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗ നിരതാ ത്വദാശ്രയാഃ. ഇവിടെ അഷ്ടാംഗയോഗത്തിലെ 7ാമത്തെ അംഗമായ ധ്യാനത്തെക്കുറിച്ചാണ് ഈ വരികളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ത്വദാശ്രയാഃ, ഭഗവാനെ അവിടുത്തെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ച എനിക്ക്, ധ്യാനയോഗ നിരതാഃ, ധ്യാനയോഗത്തിൽ മുഴുകിയിട്ട്, ധ്യാനയോഗം അഭ്യസിച്ചിട്ട്, വിസ്ഫുട അവയവ ഭേദസുന്ദരം ത്വദ്വപു, അതായത് നല്ലവണ്ണം മിന്നിത്തിളങ്ങുന്ന മനോഹരമായ അവയവങ്ങളോട് കൂടിയ അവിടുത്തെ രൂപം, സുചിരശീലനാവശാത്ത്, കുറേ നാളത്തെ ധ്യാന പരിശീലനത്താൽ, അശ്രമം മനസ്സി, അശ്രമം എന്ന് വെച്ചാൽ അനായാസം, അധികം പ്രയാസം കൂടാതെ, മനസ്സി എൻ്റെ മനസ്സിൽ, ചിന്തയാമഹേ ഞാൻ ഭാവന ചെയ്തു കൊള്ളാം എന്ന് പറയുകയാണ്. അപ്പോൾ ഭഗവാന്റെ വളരെ മിന്നിത്തിളങ്ങുന്ന മനോഹരമായ അവയവങ്ങളോടുകൂടിയ ഭഗവാന്റെ ആ സ്വരൂപത്തെ കുറേ കാലത്തെ ധ്യാന പരിശീലനത്തിലൂടെ അനായാസം ഞാൻ എൻ്റെ മനസ്സിൽ ഭാവന ചെയ്തു കൊള്ളാം എന്നാണ് മേൽപ്പത്തൂരിയുടെ ഈ ശ്ലോകത്തിലൂടെ ഭഗവാനെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ധ്യാനയോഗ പരിശീലനത്തിലൂടെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ച ഞാൻ നിത്യമായി ഭഗവാന്റെ ആ സ്വരൂപത്തെ എപ്പോഴും മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിച്ച് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഞാൻ ഭഗവത് സ്വരൂപത്തെ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു കൊള്ളാം എന്ന് പറയുന്നു. ശ്ലോകം 6. ധ്യായതാം സകലമൂർത്തിമീദൃശീ ഉന്മിഷൻ മധുരദാഹൃതാത്മനാം സാന്ദ്രമോദരസരൂപമന്ദരം
ബ്രഹ്മരൂപമയി ദേവ ഭാസതേ. ധ്യായതാം സകലമൂർത്തിം ഈദൃശീം ഉന്മിഷൻ മധുരദാഹൃദാത്മനാം സാന്ദ്രമോദ രസരൂപമന്തരം ബ്രഹ്മരൂപം അയി തേ അവഭാസതേ. ഇവിടെ അഷ്ടാംഗയോഗത്തിലെ 8ാമത്തെ അംഗമായ സമാധിയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് അയി എന്നാൽ ഭഗവാൻ, അല്ലയോ ഭഗവാനെ, ഈ ദൃശ്യം ഇപ്രകാരമുള്ള സകലമൂർത്തിയും ധ്യായതാം, അങ്ങയുടെ ആ സത്വഗുണത്തിൻ്റെ ശരീരരൂപത്തോടു കൂടിയ, അങ്ങയുടെ അവയവങ്ങളോടു കൂടിയ സത്വഗുണമയമായ ശരീരത്തെ, അങ്ങയുടെ ആ രൂപത്തെ ധ്യാനിക്കുന്നവരും, അതുപോലെ ഉന്മിഷൻ മധുരദാഹൃതാത്മനാം, ഉജ്ജ്വലമായ മധുരതരമായ അങ്ങയുടെ ആ രൂപത്തെ മനസ്സിൽ പതിഞ്ഞ, ആ രൂപം മനസ്സിൽ പതിഞ്ഞ യോഗികൾ പിന്നീട് സാന്ദ്രമോദരസരൂപമന്തരം, അതായത് ആനന്ദമായും പരമാനന്ദമായും യഥാർത്ഥ ജ്ഞാനമായും മനസ്സുകൊണ്ട് മാത്രം അറിയാൻ സാധിക്കുന്ന അങ്ങയുടെ തേ രൂപം ബ്രഹ്മം, അങ്ങയുടെ ആ രൂപമാകുന്ന ആ ബ്രഹ്മരൂപത്തെ, ആ ബ്രഹ്മത്തെ തേ ആ യോഗികളുടെ മനസ്സിൽ അവഭാസതേ തെളിയുന്നു എന്ന്. അതായത് ഭഗവാനെ അവസാനം ധ്യാനത്തിൽ മനസ്സുറച്ചു കഴിഞ്ഞാൽ അവസാനമായിട്ട് ഭഗവാന്റെ ആ ഒരു സത്വഗുണ സ്വരൂപത്തോടു കൂടിയ ഭഗവാന്റെ ആ ശരീര അവയവങ്ങളോടുകൂടി ഇരിക്കുന്ന ആ രൂപത്തെ, ആ ഉജ്ജ്വലമായ മധുരതരമായ ആ രൂപത്തെ മനസ്സിൽ ഉറപ്പിച്ച് ആ രൂപം മനസ്സിൽ പതിഞ്ഞ് ധ്യാനിക്കുന്ന യോഗികൾക്കും ആ പരമാനന്ദവും പരമജ്ഞാനവും യഥാർത്ഥ ജ്ഞാനസ്വരൂപനായ ഭഗവാന്റെ രൂപമായ ആ ബ്രഹ്മം, ആ പരബ്രഹ്മമൂർത്തിയെ മനസ്സിൽ അവന് അനുഭവിക്കാൻ കഴിയുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതാണ് സമാധി അവസ്ഥ എന്ന് പറയുന്നത്. ശ്ലോകം 7. തത്സമാസ്വദനരൂപിണീം സ്ഥിതിം ത്വത്സമാധി അയി വിശ്വനായകാ ആശ്രിതാ പുനരത പരിച്യുതൗ ആരഭേമഹി ച ധാരണാദികം. തത്സമാസ്വദനരൂപിണീം സ്ഥിതിം ത്വത്സമാധിം അയി വിശ്വനായകാ ആശ്രിതഃ പുനഃ അതഃ പരിച്യുതൗ ആരഭേമഹി ച ധാരണാദികം. ഇവിടെ അയി വിശ്വനായക, അല്ലയോ ജഗത് പ്രഭോ, തത്സമാസ്വദന രൂപിണീം, അതായത് ശുദ്ധ ആ ബ്രഹ്മാനുഭവമാകുന്ന സ്ഥിതിയും ആ അവസ്ഥയെ, തത്സമാധി ആ സമാധി അവസ്ഥയെ ആശ്രിത പ്രാപിച്ചു കഴിഞ്ഞതിന് ശേഷവും, അതായത് തൊട്ടു മുന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ആ സമാധി അവസ്ഥയെ, ബ്രഹ്മാനുഭവമാകുന്ന ആ സമാധി അവസ്ഥയെ പ്രാപിച്ചു കഴിഞ്ഞതിന് ശേഷവും അധഃ പരിച്യുതോ, അതിനുശേഷവും ആ സമാധിയിൽ നിന്ന് ഒരു ഇളക്കം സംഭവിച്ചാൽ, ആ സമാധി അവസ്ഥയിൽ നിന്ന് ഒരു ഭ്രംശം സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇളക്കം സംഭവിച്ചാൽ, പുനഃ വീണ്ടും ധാരണാധികം ധാരണ മുതലായവ ആരഭേമഹി ഞാൻ ആരംഭിച്ചു കൊള്ളാമെന്ന്. അതായത് സമാധി അവസ്ഥയെ പ്രാപിച്ച് ആ ബ്രഹ്മത്തെ അനുഭവിച്ചൊക്കെ അറിഞ്ഞതിന് ശേഷവും വീണ്ടും ആ സമാധി അവസ്ഥയിൽ ഒരു ഇളക്കം തട്ടി, മനസ്സിനൊരു ഇളക്കം തട്ടുകയാണെങ്കിൽ വീണ്ടും ആ അഷ്ടാംഗ യോഗത്തിലെ ധാരണ, അസങ്കല്പം മുതലായ, അതായത് ധാരണ, ധ്യാനം, സമാധി, അങ്ങനെ ധാരണ മുതലായവയെ ഞാൻ വീണ്ടും പരിശീലിക്കാം, ആരംഭിച്ച് വീണ്ടും പരിശീലിച്ച് വന്ന് മനസ്സിൽ ഭഗവാന്റെ രൂപം കണ്ട്, ധാരണ അതാണ് സങ്കല്പം, അത് കണ്ട് ആ രൂപത്തിൽ മനസ്സിനെ വീണ്ടും പോവും, വീണ്ടും പിടിച്ചു നിർത്തും, അങ്ങനെ പരിശീലിച്ച് വീണ്ടും കുറേ സമയം മനസ്സിൽ ഭഗവാന്റെ ആ സ്വരൂപത്തെ കണ്ട്, ആ സ്വരൂപത്തെ കണ്ടുകൊണ്ടുള്ള ധ്യാനത്തിൽ നിന്നും അവസാനം ഭഗവാന്റെ ബ്രഹ്മരൂപത്തെ അനുഭവിച്ചറിയുന്ന
സമാധി അവസ്ഥയെ ഞാൻ വീണ്ടും പ്രാപിക്കാം, അതിനായി ഞാൻ വീണ്ടും ശ്രമിക്കും ഭഗവാനെ എന്ന് പറയാണ് മേൽപ്പത്തൂര്. അതായത് ആ സമാധി അവസ്ഥയെ ഒരിക്കൽ പ്രാപിച്ചു കഴിഞ്ഞതിന് ശേഷവും ആ ബ്രഹ്മരൂപമാകുന്ന പരബ്രഹ്മമാകുന്ന അവസ്ഥയെ, നിഷ്കള ബ്രഹ്മരൂപത്തെ അനുഭവിച്ചറിഞ്ഞതിന് ശേഷവും വീണ്ടും ആ അവസ്ഥയ്ക്ക് ഒരു ഇളക്കം തട്ടി മനസ്സ് വീണ്ടും മറ്റു വിഷയങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അഷ്ടാംഗ യോഗത്തിലെ ധാരണ മുതലായ ആ യോഗ അംഗങ്ങളെ പരിശീലിച്ച് വീണ്ടും ഞാൻ എൻ്റെ മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്തിക്കൊള്ളാം എന്ന് പറയുന്നതാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം.